ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വർക്കിലൂടെ നമ്മൾ കാണിക്കുന്നത് ചെറിയൊരു അക്വേറിയത്തിൻ്റെയാണ്. ചെറിയൊരു വാട്ടർഫോളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു അക്വേറിയത്തിൻ്റെ സിമൻറ്റ് വർക്കാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് വെക്കണം. അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതാണ് നമ്മളെ ചെയ്തു വെച്ച കുളത്തിൻ്റെ വർക്ക്. അപ്പോൾ ഇത് നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് മണ്ണെടുത്തിട്ട് അവിടെ തന്നെ നല്ലപോലെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ലപോലെ സിമെൻറ്റൊക്കെ തേച്ച് നല്ല ഗ്രൗട്ടൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്തെടുത്ത്. ഇതിൻ്റെ നടുവിൽ നമ്മൾ ചെറുതായിട്ടൊരു ചെറിയൊരു കുഴി പോലെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് താമരയോ ആമ്പലോ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ ഈ സൈഡ് ഭാഗങ്ങളല്ലാതെ ഇപ്പോൾ ചെയ്യുന്ന ഈ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ റോക്ക് പോലെയാണ് ചെയ്തെടുക്കുന്നത്. നല്ല റോക്കിൻ്റെ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും അത്. അതുപോലെ ഇതിൻ്റെ ഔട്ടർ വരുന്ന ഭാഗം നമ്മൾ മരത്തിൻ്റെ പഴയ മരത്തിൻ്റെ ഒരു എഫക്റ്റിലേക്കാണ് ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ പഴയൊരു മരത്തിൻ്റെ തടി കഷ്ണം പോലെയുള്ള ആ ഒരു ടോണാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഭാഗങ്ങളാണ് നമ്മൾ മരത്തിൻ്റെ പെയിൻ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് പഴയ വിണ്ട് കയറിയ പഴയ തടിക്കഷ്ണം പോലെ ഉണ്ടാവും പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അത് നല്ലൊരു ഭംഗിയുള്ളൊരു വർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ പലരും പല രീതിയിലാണ് റോക്കിൻ്റെ എഫക്റ്റൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളതായ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് ഉപയോഗിക്കുന്നത്. നല്ല ബലമുള്ളൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ടെക്സ്ചർ ചെയ്തെടുക്കുന്നത്. ഇവിടെ ഒരു ഫൈബർ ഷീറ്റിൻ്റെ ഒരു കഷ്ണം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൂടെയാണ് അതെടുത്ത് കളയും. അതിൻ്റെ ഗ്യാപ്പിലൂടെയാണ് ഇതിനകത്തേക്ക് വെള്ളം ചാടി വരുന്നത്. ഇനി റോക്കിൻ്റെ പെയിൻറ്റിങ് സമയത്ത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ തന്നെ അത് പെയിൻറ്റിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.